എടി ഷഫീനെ നീ നിർത്തിയില്ലേടി നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്, ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ഞാനത് നോക്കി നടന്നത്. എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ് നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറെ മരവാഴകളില്ലേ, അവര് കാണാനാണ് നീ ഇട്ടോ. എന്നെ നെഗറ്റീവ് അടിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നെഗറ്റീവ് കമന്റ് ഇടുന്ന മരവാഴകളില്ലേ, അവര് കാണരുട്ടോ. രേണുസുതി നിന്റെ ഒരു വീഡിയോയും കാണത്തില്ല. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള രണ്ടുപേരെ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോയില്ലേ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറിന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരു അലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സൗദി കസ്റ്റമർ കൊണ്ട് തന്നത്, ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. ആൾക്ക് എന്തായാലും എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രണസതി സംബന്ധമായിട്ട് വീഡിയോ ചെയ്യരുതെന്നൊക്കെ ചിലവർ എന്നോട് പറയും. പക്ഷെ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ കൈ വിറയ്ക്കും. കാരണം ഇവള് പറയുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ എടുത്തു വെച്ച് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഓ വാട്ട് അമേസിങ് സാധനം. ഇടയ്ക്ക് ഡാനി സത്യം വന്നിട്ട് എനിക്കെതിരെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. അവന്റെ വില കളയുന്നു. എടേ, ഈ ചീഞ്ഞ കണ്ടന്റ് ആണെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇതൊരു മനസ്സുകൂടെ, ഇതൊക്കെ പത്തെടുത്ത് വെച്ച് പറയുമ്പോ കിട്ടുന്ന ഒരു സുഖം. അങ്ങനെ നമ്മുടെ രേണുവിന് സൗദിയിൽ കസ്റ്റമർ വരെ ആയിട്ടുണ്ട്. ബിസിനസ് എന്തോ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രേണുവിന്റെ പുതിയ ഏതോ ബിസിനസ് സൗദിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും സൗദിയിൽ കസ്റ്റമേഴ്സ് അടക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. സൗദിയിൽ കസ്റ്റമർ ഐഫോൺ വാങ്ങിത്തരും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തോ കാര്യമായിട്ടുള്ള ബിസിനസ് സൗദിയിൽ പോയിട്ട് തുടങ്ങിയെന്നാണ് ഞാൻ കരുതുന്നതായിരിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ബിസിനസ് വച്ചടി കയറ്റമാകട്ടെ. എല്ലാവിധ സപ്പോർട്ടും ആശംസകളും നേരുന്നു. നിങ്ങൾ പ്രേക്ഷകരും കൈയടിച്ച് എല്ലാവിധ ആശംസകളും രേണുസുതിക്ക് നൽകിയേക്കും. സുഹൃത്തുക്കളെ, വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് അങ്ങനെ പോണ്ടേ? അതാണ് കാര്യം. അപ്പൊ രേണുസുതിയാണ് ഇന്നത്തെ വിഷയം. താല്പര്യമില്ലാത്തവർ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യണമെന്നൊന്നും പറയില്ല. ഇരുന്ന് കാണും, വേറെ പണിയൊന്നുമില്ലല്ലോ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ അങ്ങ് പോവാം. അതാണ് അതിന്റെ ഒരു ശരി. അപ്പൊ രേണുസുതി സ്ഥിരം ഡയലോഗ്, ഞാനൊന്നും കാണാറില്ല, എന്റെ 100ഓളം ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ കണ്ടില്ല, പക്ഷെ എനിക്കറിയാം നിങ്ങൾ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു എന്നാണ് രേണുസുന രംഗത്ത് വന്നിട്ടുള്ള കാണാം. ഷെഫീനക്കെതിരെയാണ് ആദ്യം തന്നെ ചുവട്ടുപടിയും വെച്ചുകൊണ്ട് രേണുസുദ്ദേ. എന്റെ പല്ലിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റിലാണ്, എനക്കാൻ വയ്യ, എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. അണ്ണാക്കി പിരിവെട്ടി ഇരിക്കുന്നുണ്ടെങ്കിലും വന്ന് പറയുന്നതിന് കയ്യും കണക്കൊന്നുമില്ല. അതായത് രേണുസുന പല്ല് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. പല്ലിൽ എന്ത് പറ്റി രേണു? ദാസേട്ടൻ കോഴിക്കട്ടി ഇടിച്ച് കയറ്റി തന്നെ എന്തോ റീലൊക്കെ പുതിയ നിങ്ങൾ ഇറക്കിയത് കണ്ടോ? അതുകൊണ്ട് ചോദിച്ചാണ്. പല്ലിന് എന്തോ കാര്യമായിട്ട് രേണുസുതിക്ക് പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അണ്ണാക്കി പിരിവെട്ടി ഇരുന്നിട്ടും രേണുസുതി തന്റെ വിമർശനങ്ങൾ ഉന്നയിക്കാനായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതാണ് ആ ഒരു ചാരത്തളപ്പ്. രേണുവിനെ നമ്മൾ ആരും കൊച്ചായി കാണരുത്. രേണു വിവരം ബോധം പൊക്കണോ ഇല്ല എങ്കിലും, രേണു പറയുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പില്ല എങ്കിലും, വിവരദോഷിയാണെങ്കിലും രേണു പറയുന്നത് നമ്മൾ കേൾക്കണം കേട്ടോ. പല്ല് വയ്യെങ്കിലും രേണു വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാം ആ രീതിയിൽ വേണമായിരുന്നു കാണാൻ. ആരും രേണുവിനെ കുറ്റപ്പെടുത്തരുത്. പാവം നമ്മുടെ രേണുസുന. എടി ഷഫീനെ നീ നിർത്തിയില്ലേടി നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്, ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ഞാനത് നോക്കി നടന്നത്. എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ് നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. എടി നീ കാണാനല്ല ഷഫീന വീഡിയോ ഇടുന്നത്, ബാക്കിയുള്ള നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടാണ് ഷഫീന വീഡിയോ ഇടുന്നത്. പിന്നെ പല്ല് വയ്യെങ്കിലും പല്ലിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞെങ്കിലും ലിപ്റ്റിക്ക് വിട്ട് വന്ന് ഇരിക്കാൻ കാണിക്കുന്ന മനസ്സ്, അത് ആരും കാണാതെ പോകരുത്. എല്ലാവരും കാണണം. അത്ര വലിയ മനസ്സിനുടമയാണ് നമ്മുടെ രേണുസുതി. ഓക്കെ, അതവരുടെ പേഴ്സണൽ കാര്യം. പിന്നെ കണ്ടപ്പോ പറഞ്ഞു പോയെന്നുള്ള. അപ്പൊ ഷെഫീനയാണ് വിഷയം. ഷെഫീന എന്ന് പറയുന്നവര് രേണുവിനെതിരെ നിരന്തരം വീഡിയോ ഇടുന്നു. നീ എന്തൊക്കെ വീഡിയോ ഇട്ടാലും ഞാൻ കാണുമല്ലടി എന്നാണ് രേണുവിന്റെ ഒരു ഇത്. എന്തായാലും പല്ല് വൈകൽ കൂടി വന്ന് പ്രതികരിക്കുന്നുണ്ടല്ലോ. അപ്പൊ വീഡിയോ കണ്ടിട്ടില്ല എന്നങ്ങ് നമ്മൾ ഉറപ്പിച്ച്. സത്യം നല്ലപോലെ കുറി പൊട്ടുന്നുണ്ട്, പല്ല് വയ്യ അണ്ണാക്കി പിരിവെട്ടി ഇരിക്കുന്നുണ്ടെങ്കിലും രേണുവിന് പ്രതികരിക്കാൻ കാണിക്കുന്ന മനസ്സ് അതാരും കണ്ടില്ല എന്ന് നടിക്കരുത്. അത്രയ്ക്ക് വിഷമം രേണുവിനുണ്ട്. രേണു, എന്തുവാ ഇത്? നിന്നെ പറ്റിയിട്ട് ഷെഫീൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അത് സത്യമാണെന്നോ കള്ളമാണെന്നോ പറയുന്നില്ല. പക്ഷേ ഷെഫീന പ്രതികരിച്ചത് നിനക്കങ്ങോട്ട് പൊള്ളിയെന്നും നീ അത് കണ്ടില്ല എന്ന് പറയുന്നതും കള്ള. അത് തപ്പ്. അതെല്ലാം തപ്പ് രേണു. തപ്പിക്കൊണ്ടിരിക്കൂ രേണു. നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറെ മരവാഴകളില്ലേ,
അവർ കാണാനാണ് നീ ഇട്ടു. എന്നെ നെഗറ്റീവ് അടിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നെഗറ്റീവ് കമന്റ് ഇടുന്ന മരവാളികളില്ലേ, അവർ കാണരുട്ടോ. രേണുസുതി നിന്റെ ഒരു വീഡിയോ കാണത്തുമില്ല, കണ്ടിട്ടുമില്ല. കേട്ടല്ലോ, നീ ഇട്ടോണ്ടിരുന്നു. ഇതെനിക്ക് ഞാൻ നിനക്ക് തരുന്ന അവസാനമായിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. നീ ഇട്ടോണ്ടിരിക്കും ഷഫീന. കേട്ടോടി, നിന്നെ എടിയും തന്നെ വിളിക്കും. നീ എന്നെ എടിയുന്നല്ല. നീ എടിയുന്ന വടിയുന്ന എന്ത് വളിയുന്ന വിളിച്ചോ, അത് വിട്ട്. എന്തായാലും രേണു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് യോജിപ്പില്ല. അതായത് രേണുവിനെ വിമർശിക്കുന്ന ഷഫീനെ സപ്പോർട്ട് ചെയ്യുന്ന അവരാണ് മരവാഴ എന്നാണ് രേണു പറഞ്ഞത്. അതായത് ഷഫീനെ സപ്പോർട്ട് ചെയ്യുന്നവർ. പക്ഷെ അങ്ങനെയല്ല, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് സത്യത്തിൽ മരവാഴകൾ. മരവാഴകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണ്ണകൾ, ഷൊട്ടകൾ, ഷൊണ്ണകൾ, ഷുണ്ണകൾ, ഷിട്ടകൾ, കടപടപട ആ സാധനങ്ങളാണ്. അത്രയും വിവരവും ബോധവും പൊക്കണവും ഇല്ലാത്ത, സ്കൂളിന്റെ വരാന്ത പോയിട്ട് സ്കൂളിന്റെ മറ്റേ പേര് പോലും കണ്ടിട്ടില്ലാത്ത കുറെ ടീമുകളുണ്ട്. ഏതോ വിവരദോഷികൾ കുറെ എണ്ണം ഉണ്ട്, കുറെ എണ്ണം. ആ സാധനങ്ങളൊക്കെയാണ് രേണുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. രേണുവിന് ദുബായിലല്ല, സോറി, സൗദിയിൽ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ വീഡിയോ അയച്ചെന്ന് ആരെന്നറിയാമോ? ഞാൻ ആരെന്ന് പറയുന്നില്ല, പക്ഷെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളാണ് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നിട്ട് അതിൽ നീ പറയുന്നതിനൊക്കെ കാര്യം ഉണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചത്. സത്യം പറഞ്ഞാൽ ചിരി പറഞ്ഞു. സൗദിയിൽ കസ്റ്റമേഴ്സ്, ഇവളിപ്പോ അവിടെ ബിസിനസ് തുടങ്ങി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പൊ പറഞ്ഞു വന്നത്, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഷൊട്ടകളും ഷൊണ്ണകളും വാഴകൾ, അത് വാസ്തവമാണ്. അല്ലാണ്ട് രേണുവിനെ വിമർശിക്കുന്നവരല്ല വാഴകൾ, കേട്ടോ. രേണുവിനെ വിമർശിക്കുന്നവർ അത്യാവശ്യം ബോധവും പൊക്കണവും കുറച്ച് സ്റ്റാൻഡേർഡും ഉള്ള ആൾക്കാരാണ്. പക്ഷെ നിന്നേക്കെ പോലെ ഉള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കുറെ വാഴകൾ, കേട്ടോ. അത് മനസ്സിലാക്കണം. അത് രേണുവിന്റെ വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇനിയിപ്പോ ദാസേട്ടൻ കോഴിക്കോടായിട്ട് മറ്റേ ഞെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഞെട്ടിയൊന്നുമില്ല, കാരണം നമുക്ക് ഞെട്ടാൻ വേണ്ടി മാത്രമൊന്നുമില്ല. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തിനെ വെച്ച് കച്ചവടം നടത്തി അതുവഴി ഒരു വിപ്ലവം ഉണ്ടാക്കി വെറും ഒരു കീടമാണ് രേണു. അല്ലാണ്ട് ഞാൻ രേണുവിനെ വലിയ സാധനമായിട്ടൊന്നും കണ്ടിട്ടില്ല. എനിക്കൊരു തരവുമല്ല. പിന്നെ ഞാനൊരു കോമഡി പീസായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് വിട്, ഞാൻ വിട്ട കേസ കോമഡി, വെറും കോമഡി പീസ്. അതിന്റെ അപ്പുറം രേണു സുധി എന്ന് പറയുന്ന ഒരാളൊന്നും അല്ല. ഇനി രേണു സുധി തന്നെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടാണ് ഇപ്പൊ വിവാദം സൃഷ്ടിക്കുന്ന ഒരു വലിയ സംഭവം വരാൻ പോകുന്നു എന്ന്. അത് ഒരു തേങ്ങയില്ല, ചുമ്മാ അത് പോയി കണ്ട് സമയം കളയണ്ട. ഇനി വേറൊരു വീഡിയോ കൊടുക്കാം. അയ്യാ, എന്തോടാ ഇതൊക്കെ? ഒന്നും പറയാനില്ല, ചുമ്മാ വഴിയെ പോയപ്പോ കാണിച്ചെന്നുള്ളു. ഞാൻ അന്വേഷിപ്പോടെ വീഡിയോ കുറെ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അതേ കണ്ടപ്പോ ചിരി വന്നു. ഇനി നമ്മുടെ ശാന്തിയുള്ള ദിനേശനില്ലേ, അയാളുടെ ഒരു വീഡിയോ ഉണ്ട്. അയാൾ ആ ഒരാളെ തുപ്പി കാണിക്കുന്നുണ്ട്. നമുക്കത് കണ്ടു നോക്കാം. അത് കണ്ടിട്ട് നമുക്ക് നേരെ സൗദിയിലെ രേണുവിന്റെ ബിസിനസ്സിലോട്ട് പോകാം. എന്താണ് ഇത്ര വലിയ ബിസിനസ്, എന്താണ് കസ്റ്റമേഴ്സ് തനിക്ക് തരുന്ന ഗിഫ്റ്റുകൾ, നമുക്കിതെല്ലാം ഒന്ന് പരിശോധിക്കണ്ടേ? നമുക്ക് അതിലോട്ട് പോവാം. എന്തായാലും ശാന്തിയുള്ള ദിനേശൻ ചേട്ടാ പറഞ്ഞേട്ടെ. കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകൾക്കൊക്കെ ഉള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ചു കൊണ്ടുപോകണവന്മാര് കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണിയെ ഊരിയെറി, എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നിർത്താൻ പാടും. ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഫിറ്റ് ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറിഞ്ഞം പുറഞ്ഞം അങ്ങനെ ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ആ വാക്കിന്റെ ചടുലതകൾ കണ്ടോ? ശാന്തിവേളൻ ദിനേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചടുലമായ വാക്കുകളുടെ അർത്ഥവത്തായ വരികൾ കണ്ടു. നിങ്ങൾ കാണാതെ പോകരുത്. രേണുസുധിയെ പറ്റിയിട്ടൊന്നുമല്ല, ഞാനിത് പൊതുവേ ഒന്ന് കാണിച്ചതാണ്. നിങ്ങൾ പക്ഷെ മനസ്സിലാക്കണം ആരെ പറ്റിയിട്ടാണ് ശാന്തിവേള ദിനേശൻ എന്ന് പറയുന്ന അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ തുപ്പി കാണിക്കുന്നതെന്ന്. രേണുസുധി, നിനക്ക് പറയാതൊന്നും വേണ്ട, നീ ഇതൊന്നും കാണില്ല, നിനക്ക് സമയമില്ല. നീ ഓഞ്ഞ സെലിബ്രിറ്റി അല്ലേ? ഓഞ്ഞ സെലിബ്രിറ്റി എവിടത്തെ എലിവരട്ടിയാണെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല. നീ എന്തായാലും വാഞ്ഞ എലിവരട്ടി ആയ സ്ഥിതിക്ക് നീ ഒന്നും കാണണ്ട, നിനക്ക് സമയമില്ല, നീ ഒന്നും കാണില്ല. പക്ഷെ കാണാൻ നീ പ്രതികരിക്കും. അതാണ് നിന്റെ ഒരു വൃത്തികെട്ട കഴിവ്. ഇതെല്ലാം കൊള്ളാം. ആ തങ്കം ചേട്ടൻ്റെ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ. കുറെ കാലമായി കണ്ടിട്ട്. തങ്കം ചേട്ടന് പഴയ ഉഷാറൊന്നുമില്ല. തങ്കം ചേട്ടൻ ഇടയ്ക്കൊക്കെ വന്നിട്ട് പണ്ട് മതിലൊക്കെ ചുരണ്ടി ഇളക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ പറ. വെറുതെ ഇങ്ങനെ വെട്ടിക്കറി കുത്തിയിരിക്കേണ്ട വല്ലതൊക്കെ പ്രതികരിക്കാൻ പറ. ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫില്,
എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ കൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പൊ അവിടുന്ന് എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നത്, എന്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റം ആണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കേറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ കൂല്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്ക് എത്രയാടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത വാങ്ങുന്ന കാലത്ത് എന്തൊക്കെ ആയിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേർ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ലേ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഓക്കെ, ശാന്തിവളൻ ദിനേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്തൊക്കെയോ കുറെ ഞെട്ടിക്കുന്ന വീഡിയോകൾ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ദുബായിൽ പോയിട്ട് താനൊരു ഷെയ്ക്കായി മാറുക എന്നാണ് രേണുസുതി സ്വയമേ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രേണുസുതിയെ പറ്റിയിട്ടാണോ? തുപ്പി കാണിക്കുകയില്ലേ? ആരാണ് ഈ സഹായങ്ങൾ കൈപ്പറ്റിയിട്ട് നന്ദികേട് തിരിച്ചു തുപ്പി തൂറി എറിഞ്ഞതും അതുപോലെ തന്നെ ദുബായിൽ പോയി ബാർ ഡാൻസുകൾ ആടിത്തിമിർത്തതും ആരാണ്? അങ്ങനെ ഒരു എളിവറട്ടി ഇവിടെ കേരളത്തിൽ ആരാ ഉള്ളത്? ചിന്തിക്കുക, അത്രേ ഉള്ളൂ. അതൊക്കെയാണ് സംഭവങ്ങൾ. ഇനി ബാക്കി ശാന്തിവളൻ ദിനേശൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് വേറൊരു ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങ് സൗദിയിൽ ബിസിനസ് വരെ സ്വന്തമായിട്ട് കസ്റ്റമേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് രേണു. അതാണ് നമ്മുടെ ചൂണ്ടിക്കാണിക്കേണ്ട മെയിൻ ഐറ്റം. കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരു അലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നു പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി. ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളുടെ വിശേഷങ്ങളും നമുക്കറിയാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് എലിവരട്ടി ആയിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഞാനൊന്നും പറയുന്നില്ല, ബാർ ഡാൻസുകൾ. ഞാൻ ഒരു വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുത്തൻ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് പൈസ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളെല്ലാരും കണ്ടു കാണും. അത്രയും വലിയ രീതിയിലൊക്കെയാണ് ഹൈപ്പിലോട്ടൊക്കെയാണ് കയറി പോയിട്ടുള്ളത്. ആര്? രണാസുന. അയ്യോ, ഒന്നും പറയാനില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാടാ പാവം വിധവാ സ്ത്രീയെ എല്ലാം കൂടി അപമാനിക്കുന്നു, നിനക്കൊക്കെ നാണോ ഇല്ലാടാ, വിധവള എന്ന് പറഞ്ഞും കൊണ്ട് അവിടെ ഇരുന്നാൽ മതി മുക്കി കയറിയിട്ട്. പണവും അതിനും വേണ്ടിയിട്ട് എന്ത് തോന്നിയാസങ്ങളും കാണിക്കുന്ന എല്ലാത്തിനും ഞാൻ വലിച്ചു കയറും. എല്ലാത്തിലും എത്തിക്സ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു രേണുസുതിയുടെ ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. ബിസി ലൈഫ് വേണ്ടടാ, കുറച്ച് കിലോ ഏതാണ്ടൊക്കെ കിട്ടിക്കോ. ഒരു ഫോൺ കിട്ടി. നമ്മൾ എന്താണെന്ന് നമ്മൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരു സൗദി കസ്റ്റമർ കൊണ്ട് തന്നത്, ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. ആൾക്ക് എന്തായാലും കിട്ടുന്ന ഗിഫ്റ്റ് കിട്ടുന്നതല്ലേ. ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഫോണാണ്. എനിക്ക് അറിയില്ല ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ പഠിച്ചോളം പറയാം. അങ്ങനെ അല്ലല്ല, ഇവിടുന്ന് മേടിച്ചോളൂ. வாழ்க்கை போகுதே மூஞ்சியே மூஞ்சி 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 போகுதே மூஞ்சியே மூஞ்சியே
മൂഞ്ചി മൂഞ്ചി മൂഞ്ചിയേ. ഡേയ് കേട്ടാ രേണു പറഞ്ഞത്? സൗദി കസ്റ്റമർ എന്നിട്ടോ നേരെ ഉൾട്ടടിച്ച് സൗദി ഫ്രണ്ടാക്കി. സൗദി കസ്റ്റമർ തനിക്ക് തന്നിട്ടുള്ള എന്താ സത്യത്തിൽ എന്താ സൗദി കസ്റ്റമർ തന്നത്? അതാണ് സാധനം. കേട്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞല്ല, രേണു സുധി പറഞ്ഞാണ്. എന്തോ വലിയ കാര്യമായിട്ട് ബിസിനസ് ഒക്കെ സൗദിയിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും രേണു സുധി ഇങ്ങനെ പറയാനുള്ള ഇട ഉണ്ടായത്. അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് രേണു രഹസ്യമായിട്ട് സൗദിയിൽ പോയിട്ട് തുടങ്ങിയ ബിസിനസ്? ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത്രയ്ക്ക് എന്താ അങ്ങോട്ട് ബിസിനസ് തുടങ്ങിയെന്ന്. ഞാനേ കുറച്ച് കമന്റ്സ് ഒന്ന് വായിച്ചു തരാം. വേറൊന്നുമില്ല, അധികമായിട്ടൊന്നുമില്ല. സൗദി കസ്റ്റമർ വായിൽ നിന്നും സത്യം അങ്ങ് വീണു പോയി. രേണു ഒരിക്കലും ബിഷപ്പിനെ അങ്ങനെ വിളിക്കേണ്ടതായിരുന്നില്ല. അത് ബിഷപ്പ് അമ്പന്ന് വിളിച്ച സാധനമാണ്. സൗദി കസ്റ്റമർ ഇപ്പോൾ അഹങ്കാരമായി പെട്ടെന്ന് നിൽക്കും കിട്ടുന്നത് വാങ്ങിച്ചോ. എല്ലാരും വെച്ചുകെട്ട് ഇങ്ങനെ ഒടുക്കത്തെ അഹങ്കാരം. അതൊന്നും അങ്ങനെ സംസാരിക്കണം, മോശമാണ് കേട്ടോ. സൗദി കസ്റ്റമർ സത്യം പുറത്തു വരുന്നു. സൗദിയിലും വെടിവയ്പ് തന്നെ. ഇപ്പൊ മനസ്സിലായി, വിശദീകരിക്കുന്നില്ല. എല്ലാം വാങ്ങിയെടുത്തോ, അധിക നാൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. അടിപൊളി രേണു അഹങ്കാരത്തിൽ. പിന്നെ പ്രൊഫഷണൽ എന്തൊരു ചേട്ട. കസ്റ്റമർ കേട്ടവ അറിയാതെ തന്നെ തുറന്നുപോയി. അതായത് സൗദി കസ്റ്റമറോ ഡാഗിനി അമ്മോ ബോഡി ഷേമിങ്ങോ അത് അംഗീകരിക്കില്ല. കസ്റ്റമർ കേട്ടല്ലോ, ആൾക്കാർക്ക് ചോറുണ്ടെന്നവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. രേണു ശരി കസ്റ്റമർ, സൗദി കസ്റ്റമർ. അതെന്താ സൗദി കസ്റ്റമർ? എന്തെങ്കിലും ബിസിനസ് ആണോ ഇവരുടെ കസ്റ്റമർ ആകാൻ? അതെ, ഇന്നതിനെയൊക്കെ ബിസിനസ് എന്നും പറയാം. കസ്റ്റമറോ അവിടെ എന്താ കച്ചവടം? കസ്റ്റമർ ചെകുത്താന്റെ ലുക്ക്. ബോഡി ഷേമിങ് ചെയ്യല്. കസ്റ്റമർ സൗദി കസ്റ്റമർ. ഏതെടുത്താലും സൗദി കസ്റ്റമർ. ഓടിവാ ചാടിവാ കണ്ണ നീ ചാടിവാ കണ്ണ സൗത്ത് ഇന്ത്യ. അങ്ങനെ നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള രണാസുനയ്ക്ക് സൗദിയിൽ കസ്റ്റമർ. അവിടെ എന്തോ അനിഷ്ടമായിട്ടുള്ള ബിസിനസ് സൗദിയിൽ തുടങ്ങിയിരിക്കുകയാണ് രേണു സുധി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ എന്താണ് രേണുവിന്റെ സൗദിയിലെ ബിസിനസ് എന്ന് രേണു എക്സ്പോസ് ചെയ്യുമെന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഉദ്ഘാടനങ്ങൾക്ക് മിക്കവാറും അന്തങ്ങളായിട്ടുള്ള രേണു ഫാൻസിനെല്ലാം കൂടി അങ്ങോട്ട് വിളിക്കും. ഓടി പോണം കേട്ടോ. സൗദിയിൽ രേണുവിന് നേരത്തെ തന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സംരംഭകരായിട്ട് മാറ്റണം നിങ്ങൾ എല്ലാവരും കൂടി. ഒന്നും പറയാനില്ല. ഇപ്പൊ പറയും എങ്ങനെയെങ്കിലും ആ പെണ്ണ് ജീവിച്ചുവിട്ടടാ, 2 മക്കളില്ലടാ, അടിക്കവാലെന്നൊക്കെ എന്തായാലും വല്ലതും വായിത്തോ ഒന്ന് വിളിച്ചു പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം.